3 ക്യാരക്ടറും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പുള്ളിക്കാരി പറഞ്ഞു. ഭംഗിയായല്ലോ അല്ലെ? തീർച്ചയായും. ഓക്കെ, ഇനി എന്താണ് ചോദിക്കാനുള്ളത്? പ്ലീസ്. നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും തന്നെ ബ്രാൻഡഡ് ആണ്. അതായത് സിനിമയുടെ വിപണനത്തിനും വിജയത്തിനും വേണ്ടി പല തന്ത്രങ്ങളും അവര് യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഈ അടുത്തിറങ്ങിയ പടമുണ്ട്, ഒരു ലാലേട്ടന്റെ നമ്മുടെ ഒരു പടമുണ്ട്, രസതന്ത്രം എന്ന് പറഞ്ഞ പടം. അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ക്യാപ്ഷൻസും യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ലാൽ പ്ലസ് രസം പ്ലസ് തന്ത്രം സീക്വൽ ടു രസതന്ത്രം. അതുപോലെ തന്നെ ഈയിടെ ഇറങ്ങിയൊരു മമ്മൂട്ടി ചിത്രമായ രാജമാണിക്യത്തില് അതിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത് തിരുവനന്തപുരം ഭാഷാ ശൈലിയാണ്. ഇതൊക്കെ പ്രേക്ഷകരെ വളരെയധികം ആകർഷിക്കണ ഒന്നാണ്. അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസ് ഓളി എന്ന് പറഞ്ഞ പരിപാടി കൈരളി TV മാർക്കറ്റ് ചെയ്തപ്പോ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ 1.5 അടിയുള്ള ഗോവിന്ദൻകുട്ടി ചേട്ടനല്ലാണ്ട് നല്ല പുലിക്കുട്ടന്മാരെ ക്യാമ്പസുകളിൽ നിന്ന് കിട്ടിയാന്. അല്ല, പേരെന്താണ് ചേട്ടന്റെ? ദീപക്. ദീപക് ചേട്ടൻ ഹിറ്റ്ലർ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പുള്ളി എത്ര അടിയുണ്ടെന്നറിയോ? ഞാൻ അളന്ന് നോക്കിയിട്ടില്ല. ചാർലി ചാപ്ലിൻ എന്നുള്ള ഒരാളെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അല്ലേ? ലോകത്ത് എവിടെ ചെന്നാലും ഇലക്ട്രോണിക് സാധനം എന്നല്ലേ പറഞ്ഞു? ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഏറ്റവും മാർക്കറ്റ് ഉള്ളത് ജപ്പാന്റെ സാധനങ്ങൾക്കാണ്. അതെ. ജപ്പാൻകാർ മൊത്തത്തിൽ എത്ര അടി ഉണ്ടെന്ന് പറ്റുമെങ്കിൽ ഒന്ന് പഠിക്കണം. നീളത്തിലല്ല മോനെ. ഒരു കാര്യം, ആന വാപൊളിക്കണ കണ്ടിട്ട് അണ്ണാൻ വാപൊളിച്ചിട്ട് ഒരു കാര്യം. ഓക്കെ, പ്രൊസീഡ്. അപ്പോ പ്രിയേട്ടനോട് എന്റെ ചോദ്യം ഇതാണ്, സാറിന്റെ ഈ സിനിമയില് ഈ സിനിമ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സാറ് വല്ല തന്ത്രങ്ങളും, അതായത് മാർക്കറ്റിംഗ് എലമെന്റ്സ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ? അത് ഞാനിത്ര ഒരു ക്യാപ്ഷനുള്ളൂ. നല്ല സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നവർക്ക് അത്രമാത്രമേ ക്യാപ്ഷനുള്ളൂ. അല്ല, ശരിക്കും ഈ സിനിമ എന്ന് പറയുന്നതിനെ നമുക്ക് എപ്പോഴും സിനിമ ഒരു കലാരൂപമാണ്. അതേപോലെ തന്നെ എപ്പോഴും സിനിമ ഒരു വ്യവസായവുമാണ്. എങ്കിലും സിനിമ കലാരൂപമാണ്, വ്യവസായമാണ് എന്നുള്ളത് നമ്മൾ 50-50 വെച്ചാൽ തന്നെ എവിടെയെങ്കിലും ഒരു പെർസെന്റേജ്, ഒന്ന് 51 49 ആക്കണമെങ്കിൽ നമുക്കതിനെ വ്യവസായമാക്കണമോ കലാരൂപമാക്കണമോ? ഒരു മിനിറ്റ് ഇടപെട്ടെ. കാരണം ഇത് രണ്ട് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള സിനിമകളായിട്ട് തിരിക്കുകയാണെങ്കിൽ, ഒന്നിന് പണം ഉണ്ടാക്കുക, മണി മേക്കിംഗ് പ്രോജക്റ്റ് ആണ് ഒന്ന് കലാ